പഹൽഗാം ഏറ്റവും വലിയ ടൂറിസ്റ്റ് അട്രാക്റ്റിംഗ് സെൻ്ററാണ്. അവിടേക്കാണ് ഈ തീവ്രവാദികൾ ഇരച്ചു കയറിയതും സൈനിക വേഷത്തിലെത്തി വെടിവെച്ചതും. 28 പേരാണ് തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അവിടെ ഈ ആക്രമണം നടക്കുന്ന തൊട്ടു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന വിനോദസഞ്ചാരി ലാവണ്യ നമുക്കൊപ്പം ശരിയാണ്. ലാവണ്യ ഇപ്പോഴും പെഹൽഗാമിലാണ് ഉള്ളത്. ലാവണ്യ, ഗുഡ് മോർണിംഗ്. വല്ലാത്ത ഒരു പ്രഭാതമാണ് കാശ്മീരിൽ നിന്ന് എനിക്കറിയാം. ലാവണ്യ കണ്ണൂർ സ്വദേശിനിയാണ്. ലാവണ്യ വിനോദസഞ്ചാരത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ എത്തിയതാണോ അതോ മറ്റെന്തെങ്കിലും കാര്യത്തിനാണോ അവിടെ പോയത്? അതായത് ഞങ്ങൾ കുറച്ച് ഒഫീഷ്യൽ പർപ്പസ് ഉണ്ടായിരുന്നു. കാരണം എനിക്കൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ട്. അപ്പോൾ കുറച്ച് പർച്ചേസും പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഒരു ഫാമിലി ട്രിപ്പും കൂടെ ആകാമെന്ന് വെച്ചിട്ട് വന്നതാണ്. ഞങ്ങൾ 18-നാണ് ഇവിടെ എത്തിയത്. ലാവണ്യ ഇപ്പോഴും പഹൽഗാമിലാണല്ലോ ഉള്ളത്. ഈ പഹൽഗാമിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? വല്ലാതെ ഭീതിയിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണല്ലോ ആ നാട്. കാരണം വളരെ സന്തോഷത്തോടെ എത്തിയ കുടുംബത്തെയാണല്ലോ ഇവർ പേരൊക്കെ വിളിച്ചു പറഞ്ഞ് ആക്രമിച്ചത്. മാത്രമല്ല ഇന്ത്യയിൽ ഒരു റിലീജിയസ് ഡിവിഷൻ ഉണ്ടാക്കാൻ പോലും ഈ തീവ്രവാദികൾക്ക് താല്പര്യമുണ്ട് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. പറയൂ. അതെ അതെ, കാരണം വെച്ചാൽ ഞങ്ങൾ എന്താ പറയുക, വളരെ മുടിനാരക്കാണ് നമ്മൾ രക്ഷപ്പെട്ടത്. കാരണം നമ്മൾ അത്ര ഹാപ്പി ആയിട്ട് 2 ദിവസം ഞങ്ങൾ ശ്രീനഗറിലും സോൻമാർഗ്, ഗുൽമാർഗിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഇന്നലെ മോർണിംഗിലാണ് ഞങ്ങൾ പെഹൽഗാമിലേക്ക് തിരിച്ചത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ലാവണ്യ, ഈ പെഹൽഗാമില് ഈ വെടിവയ്പ് ഉണ്ടാകുന്നതിന് എത്ര നിമിഷങ്ങൾക്ക് മുമ്പാണ് ലാവണ്യ അവിടെ ഉണ്ടായിരുന്നത്? ഞങ്ങൾ അവിടെ ജസ്റ്റ് ഒരു നിയർലി ഒരു 5 or 10 മിനിറ്റ്സിൽ അവിടെ റീച്ച് ആകുന്നതേ ഉണ്ടായുള്ളൂ. അപ്പോഴേക്കാണ് ഞങ്ങൾ ഈ വാലി കയറിക്കൊണ്ടിരിക്കുമ്പം അവിടെയുള്ള കുറെ ഹോഴ്സ് റൈഡേഴ്സും അതുപോലെ തന്നെ കുറച്ച് വണ്ടികളൊക്കെ റിട്ടേൺ വരുന്നുണ്ടായിരുന്നു ഭയങ്കര സ്പീഡിൽ. ഹോഴ്സ് എന്ന് പറഞ്ഞാൽ 10-200 കുതിരകൾ കംപ്ലീറ്റ് സ്പീഡിൽ താഴത്തോട്ട് വരുമായിരുന്നു ഈ വാലിയുടെ. അത് ഈ ആക്രമണത്തിന് ശേഷമാണോ? ഈ ആക്രമണം ഉണ്ടായതിന്റെ സൂചനയിലാണോ ഈ കുതിരകളൊക്കെ വളരെ വേഗത്തിൽ പാഞ്ഞു വന്നത്? അവര് ആ ടൈമിൽ തന്നെയാണ്. പക്ഷെ അവര് നമ്മളോട് എന്തെല്ലാം ആക്ഷനിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലായിണ്ടായില്ല. ഞങ്ങൾക്കൊന്നും തിരിഞ്ഞ ഞങ്ങൾ വീണ്ടും മുമ്പോട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അല്ലെ, ഇപ്പം നമ്മൾ ഈ സംസാരിക്കുമ്പോഴും ലാവണ്യ പെഹൽഗാമിലല്ലേ ഉള്ളത്. അവിടുത്തെ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയാണ്? കാര്യം സൈന്യം അത് ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണെന്ന് അറിയാം. ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയാണ് അവിടെ? ഇവിടെ കംപ്ലീറ്റ് CRPF കംപ്ലീറ്റ് വളഞ്ഞിരിക്കുകയാണ്. എല്ലാ പോയിന്റിലും നിറച്ചും വണ്ടികളും എല്ലാം. വളരെ എന്താ പറയാ, ഭയാജന മീൻസ് അത്രയും ടെൻഷനിലാണ് നമ്മളെല്ലാവരും. നമ്മളിപ്പോൾ ഇതുവരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇന്നലെ നേരെ റിസോർട്ടിൽ വന്നിട്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ടേ ഇല്ല. പിന്നെ ഇനി എങ്ങനെ സിറ്റുവേഷൻ ഒന്നും അറിയില്ല. ഹെലികോപ്റ്ററൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലാവണ്യയുടെ കൂടെ ആരൊക്കെയാണ് ഇപ്പോൾ പെഹൽഗാമിലുള്ളത്? ഹസ്ബൻഡ് ഉണ്ട്, മക്കള്, മദറിൻലോ, ഫാദറിൻലോ, കസിൻ സിസ്റ്റർ, ബ്രദർ, അവരെ മക്കളും ഉണ്ട്. ഞങ്ങൾ 11 പേരാ വന്നത്. നിങ്ങളുടെ ഐഡിയ എന്തുവാ? പെട്ടെന്ന് മടങ്ങാനാണോ? ഞങ്ങളൊന്നും തീരുമാനമില്ല. മിക്കവാറും ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഒന്നും അറിയില്ല. കാരണം നമുക്കിന്നിപ്പോ മോർണിംഗ് ആയാലും അറിയാൻ പറ്റൂ പുറത്തോട്ട് പോയാൽ എന്താ ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. ഈ ലാവണ്യ പോലെ വേറെ ഏതെങ്കിലും മലയാളികൾ ഈ റിസോർട്ടിലോ അടുത്തുള്ള ഹോട്ടലുകളിലോ താമസിക്കുന്നതായിട്ട് അറിയാമോ? ഞങ്ങളെ റിസോർട്ടിലെല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ്. ഓക്കെ. നമ്മുടെ കേരളത്തിൽ നിന്ന് ടൂർ വന്ന മറ്റാരെങ്കിലും കണ്ടായിരുന്നോ? കണ്ടിരുന്നു. കാരണം എവിടെ പോയാലും എല്ലായിടത്തും ഉണ്ടായിരുന്നു. നമ്മള് ഗുൽമാർഗിലൊക്കെ പോയപ്പോഴും ഏറ്റവും കൂടുതൽ മലയാളീസ് തന്നെയായിരുന്നു. കുറെ പേർ ആ ലാൻഡ്സ്കേഡിന്റെ ഇതുകൊണ്ട് ബുദ്ധിമുട്ടായി ട്രെയിനിൽ വന്നവര്. അല്ലാതെ എല്ലാ സ്ഥലത്തും കുറെ ഉണ്ടായിരുന്നു മലയാളീസ്. ഒരു തീവ്രവാദി ആക്രമണമാണ് പെഹൽഗാമിൽ നടക്കുന്നത് എന്ന് എപ്പോഴാണ് ലാവണ്യക്ക് മനസ്സിലായത്? ഞങ്ങളിത് കുറച്ച് കഴിഞ്ഞപ്പോൾ വാലിന്ന് റിട്ടേൺ വന്നപ്പോഴും എല്ലാവരും പറഞ്ഞത് CRPFും ടൂറിസ്റ്റും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ആരും കയറ്റിയില്ല എന്നായിരുന്നു. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് വന്നു. അവിടെ കുറച്ച് ലേക്കൊക്കെ ഉണ്ടായി, അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റോട്ടിലേക്ക് വന്നപ്പോൾ ഫുള്ള് ബ്ലോക്ക്, ആംബുലൻസും. പിന്നെ ഇന്നലെ മരിച്ച മഞ്ജുനാഥന്റെ വൈഫ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വണ്ടിയിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി എന്തോ ഒരു ഇഷ്യൂസ് ഉണ്ട്. പിന്നെ അത്രയും ഒരു വാറിന് പോകേണ്ട CRPF വണ്ടികളും ഹെലികോപ്റ്ററൊക്കെ ഭയങ്കര ഇത് വന്നപ്പോൾ നമുക്ക് തോന്നി എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. അപ്പോൾ ടാക്സി ഡ്രൈവർ പറഞ്ഞു നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഇവിടെ ഇങ്ങനെ തന്നെയാണ്, ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിലും വലിയ പ്രൊട്ടക്ഷൻ ആയിരിക്കും, ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അത്ര ടെൻഷനായില്ല. തിരിച്ച് റൂമിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും കസിൻസ് എല്ലാം നാട്ടിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി. എല്ലാവരും വിളിച്ച് നിങ്ങൾ TV നോക്കുന്നു. അപ്പോഴാണ് ഞങ്ങൾ കണ്ടത്. അപ്പം തന്നെ ഓൾറെഡി ഒരു 23 പേര് ഡെത്തായി. അപ്പോഴാണ് നമ്മൾക്ക് അത്രയും ടെൻഷൻ വന്നത്. കാരണം നമ്മൾ എത്ര ഇതിനെ രക്ഷപ്പെട്ട് വന്നേന്നുള്ളത്. പിന്നീട് അങ്ങോട്ട് നമുക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ഞങ്ങൾ ഇടയിൽ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തിരുന്നു. ആ സമയത്ത് നമ്മൾ 1 hour പോയി. ആ ലഞ്ച് കഴിക്കാൻ കയറിയതാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഇങ്ങനെ ഉള്ളത്. അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടായേനെ. പിന്നല്ലേ അതായത് ഇത് ഈ വണ്ടികളും കുതിരകളും ഒക്കെ തിരിച്ചു മടങ്ങുന്നത്, പാഞ്ഞു വരുന്നത് കണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ആ സമയം എക്സാക്ട് സമയം എത്രയായി കാണും?
2:45 ഓക്കെ. 2:45 2:30 2:45 ആ. ഇപ്പം നിങ്ങൾക്കൊരു ഭീതി ഒഴിഞ്ഞ അന്തരീക്ഷമാണോ? റിസോർട്ടിലാണല്ലോ ഉള്ളത്. റിസോർട്ടിലാണ്, എന്നാൽ നമുക്ക് ഉള്ളിലൊരു പേടിയുണ്ട്. കാരണം ടൂറിസ്റ്റുകാരെയാണല്ലോ ഒരു ഫോക്കസ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു പേടിയെന്ന് വെച്ചാല് നമ്മളും ടൂറിസ്റ്റ് അല്ലേ, അതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ട്. ഞാൻ അവിടെ എത്തുന്നവരെ നമുക്ക് നല്ല ടെൻഷൻ തന്നെയാണ്. ഈ റിസോർട്ടിൽ എന്തൊക്കെ ഒരു മുൻകരുതൽ അവരെടുത്തിട്ടുള്ള ഒരു സംരക്ഷണത്തിന് വേണ്ടി? ഇവര് കംപ്ലീറ്റ് ക്ലോസ്ഡ് ആണ്. അവരും പറഞ്ഞു നിങ്ങൾ ടെൻഷൻ ഒന്നും ആവണ്ട. പിന്നെ നമ്മളാ നിൽക്കുന്ന റിസോർട്ടിന്റെ തൊട്ടടുത്തെല്ലാം ഫുള്ള് CRPF ഉണ്ട്. അവർ ഫുള്ള് റൗണ്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പേടി നമുക്ക് തോന്നുന്നില്ല. എന്നാലും ഒരു പേടി ഉണ്ടാവുമല്ലോ ആർക്കായാലും. അപ്പൊ സേഫായിട്ടിരിക്കുക. വേഗം ലാവണ്യം മടങ്ങിപ്പോരുക, കുടുംബത്തോടെ മടങ്ങിപ്പോരുക. കാര്യം ഒരു ഭീതിയുടെ അന്തരീക്ഷത്തിൽ അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. വേഗം മടങ്ങി വരിക. താങ്കളെ കേരളം കാത്തിരിക്കുന്നു. ഓക്കെ, താങ്ക് യു ലാവണ്യ.